അവർ നിങ്ങളിലേക്ക് തിരികെ എത്താനായിട്ട് എത്രമാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാല് പലതരത്തില് ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസ് ആ വ്യക്തിയില് ഒരുപാട് ഭാരങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ആ വ്യക്തി. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം അത്രമാത്രം സ്ട്രഗിൾസ് ആ വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സില് ഒരുപാട് ചിന്തകളാണ്. ഇപ്പോ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ട് തന്നെ അവരൊരുപാട് ഡിപ്രസ്ഡ് ആണ്. ഒരുപാട് വിഷമത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ആ വ്യക്തിക്ക് ഒരു ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് മാനസികമായിട്ടുള്ള തകർച്ച ആ വ്യക്തി നേരിടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഒന്നും നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ ചിലപ്പോൾ തീരുന്ന പ്രശ്നമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരു കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാണുന്നത്. അതായത് ആ വ്യക്തി എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ തന്നെ ആ വ്യക്തി സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഒരു ആക്ഷനും ആ വ്യക്തി എടുക്കുന്നില്ല. അത്രമാത്രം ഒരു ഡിപ്രഷനിലാണ്. കാരണം കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കും, എത്രമാത്രം നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്തകളാണ് വ്യക്തിയുടെ മനസ്സിലുള്ളത്. പക്ഷെ ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള മനസ്സോ ഒന്നും ആ വ്യക്തിയിലില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന അത്രയധികം ആഴത്തിൽ തന്നെ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഓരോ നിമിഷവും തിരികെ വരണമെന്നുള്ള ഡീപ്പായിട്ടുള്ള ആഗ്രഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ വ്യക്തിക്കുണ്ട്. കഴിഞ്ഞ ജന്മത്തില് മേബി നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. മേബി ഒരു നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അത്രയധികം ഡീപ്പായിട്ട് കണക്ഷൻ ആയിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയില്ല. എത്രമാത്രം അകൽന്നിരുന്നാലും, എത്രമാത്രം സൈലന്റ് ആയിട്ടിരുന്നാലും, നോ കോൺടാക്റ്റിലായിരുന്നാലും, ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഇവിടെ വ്യക്തമാവുന്നുണ്ട്. ഓരോ നിമിഷവും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒരു ആക്ഷൻ, ഒരു വേണ്ട വിധത്തിലുള്ള ആക്ഷൻ എടുക്കാനുള്ളൊരു ലൈഫ് സിറ്റുവേഷൻ ഇപ്പോൾ ആ വ്യക്തിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. മേബി നിങ്ങളായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് ആ വ്യക്തി ഹൃദയം കീറി മുറിക്കുന്ന ഒരു വേദനയിലാണ് ആ വ്യക്തി ഉള്ളത്. മേബി ഇത് നിങ്ങളുടെ ഫീലിംഗും ആകാം. നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടാവാം. ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ടാവാം. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മെന്റലി, അതായത് സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആണ്. മാനസികമായിട്ട് വളരെയധികം അടുപ്പം നിങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങള് ഏതൊരു സമയത്തും ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തിക്കുണ്ട്. ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു എന്ന് തന്നെ ആണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി. ആൻഡ് ദെൻ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുണ്ടായുള്ള ഓരോ നിമിഷത്തിലും ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഓരോരോ നിമിഷങ്ങളും ആ വ്യക്തി ഓരോ സമയത്തും ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് ആ വ്യക്തി ആഹ് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി. അതുപോലെ തന്നെ ഒരു റീകൺസിലേഷൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട്. ഒരുപാട് നിങ്ങളെ അവര് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഡെഫിനിറ്റ്ലി ആ വ്യക്തിയുടെ ലൈഫില് വളരെയധികം ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്,
ഒരുപാട് നല്ല നല്ല മൊമെന്റ്സുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ആ വ്യക്തി ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ആ ഒരു യോജിപ്പ് നല്ല രീതിയിൽ ഉണ്ടാവണം. വീണ്ടും ഒരു നല്ല രീതിയിലുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നെല്ലാം വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇൻഫാക്ച്വേഷൻ. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തിനോടും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ടും റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നതല്ല. യെസ്, ഡെഫിനിറ്റ്ലി ഇത് കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആയിരിക്കാം. മേ ബി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കാം. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. നിങ്ങളെ വളരെയധികം ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ടോ അത്രയധികം വേദന നിങ്ങൾക്കും ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് എന്നിവിടെ കാണുന്നത്. ഓക്കെ. നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയുമായിട്ടൊരു കോൺടാക്റ്റിൽ വരാനായിട്ട് ഒരുപാട് തവണ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം. ആ ഒരു സമയത്തെല്ലാം ഈ വ്യക്തി സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. മേ ബി നിങ്ങളുടെ ഒരു ഒത്തിരി മെസ്സേജുകൾ നിങ്ങൾ അയക്കുന്നുണ്ടാവാം. അതിനെല്ലാം ഈ വ്യക്തി ചിലപ്പോൾ ഒരുപാട് മെസ്സേജ് കാണുമ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കും റിപ്ലൈ തരുന്നത്. നിങ്ങൾ കോൾ ചെയ്യുന്നുണ്ടാവും. ആ വ്യക്തി ഒത്തിരി പ്രാവശ്യം വിളിക്കുന്ന സമയത്തായിരിക്കാം ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അറ്റൻഡ് ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ സംസാരിച്ച് അവസാനിപ്പിച്ച് പോകുന്നുണ്ടാവാം. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം പലർക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇത്തരത്തിൽ നിങ്ങളോട് പെരുമാറുന്നത് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്ന സമയമുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ലൈഫിൽ വളരെ ഏറ്റവും വെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആ വ്യക്തി എക്സ്പീരിയൻസിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള കോൺടാക്റ്റ് ഇത്രയധികം കുറച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നു. കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റൊമാൻറ്റിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായത്. ഓക്കെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വളരെ ഒരു മോശമായിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. മറ്റൊരു വ്യക്തി എന്ന് കൂടുതൽ പേർക്കും പറയാനാവുന്നില്ല. ആ വ്യക്തിക്ക് അത്രമാത്രം സ്ട്രഗിൾ ആണ് ആ വ്യക്തിയുടെ ലൈഫിലുള്ളത്. അത്രമാത്രം ഒരു ബാഡ് ആയിട്ടുള്ളൊരു ലൈഫ് സിറ്റുവേഷൻ ആ വ്യക്തിക്കുണ്ട്. മേ ബി ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, ഒരു കരിയർ പ്രോബ്ലം ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ റീയൂണിയൻ പോസിബിൾ ആവാനോ കഴിയാതെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്.